ഹായ് ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ഞാൻ സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ വരാൻ അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ രാത്രിയാണ് ഇത് ഷൂട്ട് ചെയ്യണത്, അതുകൊണ്ട് മാത്രമാണ് ഇത് ലേറ്റ് ആയത്. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നിട്ടുണ്ടാവും, ചിലർ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. എല്ലാവരോടായിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ 30 ദിവസത്തെ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേഷൻ ജേണിയാണ് ഇതിലൂടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. എല്ലാത്തവർക്ക് എൻ്റെ ഒരു ജേണി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടാണ്, എല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞാൽ ജേണി സെക്ഷനും പിന്നെ പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ് ഏണിങ്സ്, അങ്ങനത്തെ 2 സെക്ഷൻ. ഓക്കെ, സോ ദർ ഈസ് 2 സെക്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ജേണി ആൻഡ് രണ്ടാമത്തത് അച്ചീവ്മെൻറ്റ്സ് ഏണിങ്സ്, അങ്ങനെ എക്സെട്ര എക്സെട്ര. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്നാലും എൻ്റെ ഒരു ഇതിലൂടെ ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ജേണി ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യണത് എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൽ യൂട്യൂബിൽ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഞാൻ ആക്റ്റീവ് ആയത് യൂട്യൂബിലാണ്. അതാണ് എന്താ വെച്ചാൽ 2K സംതിങ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ഓരോരോ ആൾക്കാരെ ഇൻസ്പയർഡായി അതിൻ്റെ അകത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ചിലത് റീച്ച് ചെയ്യും, ചിലത് റീച്ച് ചെയ്യില്ല. അങ്ങനെ മെല്ലെ താന്നും പൊന്തി ഇങ്ങനെ കുറേ കളിച്ച് അങ്ങനെ എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഒരു ഫിയർ ആയിരുന്നു. എന്ന് വെച്ചാൽ ആൾക്കാർ കണ്ട എന്താ പറയുക, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സജഷൻ പോയിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ കാണും, അപ്പോൾ ഇങ്ങനെ കളിയാക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയില്ല. അതിൻ്റെ വലിയൊരു തെറ്റ്, അത് ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്ലൈ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ എവിടെയെങ്കിലൊക്കെ എത്തിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയണത് വെച്ചാൽ ഞാൻ പണ്ട് മുതലേ ആക്റ്റീവായത് യൂട്യൂബിലാണ്. അപ്പോൾ അതാണ് എൻ്റെ പാസ്റ്റ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് 2026 സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്ത് പറഞ്ഞോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 2026 സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു മൈൻഡിൽ എന്തോ ഒരു ഒറ്റ മൈൻഡ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, ഒരു ഇവിടെ പറഞ്ഞിരിക്കലല്ലേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എന്തിനാ നമ്മൾ നോക്കണം, നമ്മളെ കാര്യം നോക്കിയാൽ പോരെ. ആ ഒരു മൈൻഡിൽ ഞാൻ എന്ത് ചെയ്ത്, ഒറ്റ മൈൻഡിൽ എന്ത് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ ഞാൻ ഈ പേജിൽ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ആരോടും പറയാണ്ട് ഈ പേജ് തുടങ്ങിയിട്ട്, എന്നുവെച്ചാൽ ഫാമിലിനോടും ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഈ പേജ് തുടങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇതിൻ്റെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ തുടങ്ങി. അത് 2025 കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിട്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ ഒരു വ്ളോഗ് പോലെ നോർമൽ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുമ്പോൾ നമുക്ക് റീച്ച് കിട്ടില്ല. എന്ന് വെച്ചാൽ 2000, 1000, 5000, ഏറെ വന്നാൽ 3000 വ്യൂസൊക്കെയാണ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ അതിലിങ്ങനെ ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എവിടെയെങ്കിലൊക്കെ എത്തണം ചെയ്തിട്ടുള്ള മൈൻഡിൽ ഞാൻ എന്ത് ചെയ്ത്, ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് നല്ല ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ച്. എന്നിട്ട് 2026 വർഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒറ്റ മെയിലോട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് വാല്യുബിൾ ആയിട്ടുള്ള കുറേ കണ്ടൻസും കാര്യങ്ങളുണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ 30 ദിവസത്തെ ഒരു ചലഞ്ച് പോലത്തെ ഒരു വീഡിയോ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. വെച്ചാൽ 30 ദിവസത്തെ ഒരു ചലഞ്ച് വീഡിയോ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെച്ചാൽ ഞാൻ ഇന്ന് മുതൽ 30 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാവരും നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തുടങ്ങാൻ പോകണല്ലോ. അപ്പോൾ ആൾക്കാർ എന്തായാലും ജസ്റ്റ് തുടങ്ങല്ലേ, എവിടെയെങ്കിലേക്ക് എത്തോ നോക്കാനുള്ള ഒരു മൈൻഡിൽ ഓരെല്ലാവരും വന്ന് അങ്ങനെയാണ് നമ്മൾ ഇത് തുടങ്ങണത്. ഞാൻ എന്ത് ചെയ്ത്, ഫസ്റ്റത്തെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത്. പക്ഷേ ആ വീഡിയോക്ക് ഇങ്ങനെ വല്ല റീച്ചും കാര്യങ്ങളൊന്നുമില്ല. വെറും 2000 വ്യൂസ്, 3 ദിവസം കൂടുമ്പോൾ 3000 വ്യൂസ്, അങ്ങനെയൊക്കെ മെല്ലെ കയറി അതവിടെ സ്റ്റോപ്പ് ആയി. അപ്പോൾ ഞാൻ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പും എന്ന് പറഞ്ഞ ഒറ്റ കത്തനോട് എത്തി റീച്ചായി പോയിട്ട് അതുമെന്ന് അങ്ങോട്ട് ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി. അപ്പോൾ മെയിനായിട്ട് ഞാൻ കുറേ മറ്റേ ടൂൾസൊക്കെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ്. മറ്റേ എന്താ പറയുക, സൂപ്പർ പ്രൊഫൈൽ, അങ്ങനത്തെ കുറച്ച് ടൂൾസ് ഉണ്ടല്ലോ, കമൻറ്റ് ഓട്ടോമേഷൻ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ടൂളൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻസ് ഞാൻ കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഫോളോവേഴ്സ് ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ 30 ദിവസത്തെ എന്താ വെച്ചാൽ ഈ 30 ദിവസത്തെ ഒരു ഇതുണ്ടല്ലോ, ചലഞ്ച് ഉണ്ടല്ലോ, ആ ചലഞ്ച് ഞാൻ എൻ്റെ മൈൻഡിലേക്ക് കൊടുത്ത് എന്തൊക്കെ വന്നാലും, എന്തൊക്കെ ഒഴിവുണ്ടെങ്കിലും, എന്തൊക്കെ വന്നാലും ഞാൻ ഈ 30 ദിവസം വീഡിയോ ചെയ്യുന്നുള്ളൊരു മൈൻഡ് എൻ്റെ കയ്യിൽ കൊടുത്തതിനുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഇങ്ങനെ ഡെയിലി എന്തൊക്കെ വന്നാലും, എന്തൊക്കെ ബിസി ആണെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഞാനൊരു 30 വീഡിയോ എങ്ങനെയെങ്കിലും ഞാൻ സെറ്റാക്കും. വെച്ചാൽ ഓഡിയൻസിനുണ്ടല്ലോ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻസ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ. അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ ഈ ഒരു ജേണിയിലൂടെ എനിക്ക് അത് പഠിക്കാൻ പറ്റി. പിന്നാണ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ
ഈ ജേണിയിലൂടെ തന്നെ ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഈ ക്യാപ്ഷൻ എന്ന് പറഞ്ഞത്. ക്യാപ്ഷന് കീബോർഡ്, അതാണ് ക്യാപ്ഷന് കീവേഡ് കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എന്ത് ചെയ്ത് എൻ്റെ എല്ലാ വീഡിയോസിനും ക്യാപ്ഷൻ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ക്യാപ്ഷൻ സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് ഏതൊക്കെ ഓഡിയൻസിനാണോ ഈ വീഡിയോ വേണ്ടത് ആ ഓഡിയൻസിന് ഈ വീഡിയോസ് എത്തിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്കൊക്കെ എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായി, എൻ്റെ വീഡിയോസ് ആർക്കൊക്കെ വേണ്ടിയത് അവർക്ക് വീഡിയോസ് കിട്ടാൻ തുടങ്ങി. എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ആളാണ് ഈ ക്യാപ്ഷനും കീബോർഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളതാണ് വാല്യുബിൾ കണ്ടൻസ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങുകയാണെങ്കിലും ആൾക്കാരൊരിക്കലും നമ്മളെ നന്നാക്കാൻ നോക്കില്ല. അപ്പോൾ ആൾക്കാർ ഈ ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാല്യുബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ജസ്റ്റ് നിങ്ങൾ നോക്കുക. പിന്നെ ഈ ജേണിയിലൂടെ എനിക്ക് മാറിയൊരു ചേഞ്ച് ആയ ഒരു സംഭവമാണ് ഈ ഫിയർ പറഞ്ഞാൽ. എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ ജസ്റ്റ് നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എന്ത് കാണിയും കാട്ടാം, കുഴപ്പമില്ല. പക്ഷേ പുറത്തുനിന്ന് ഒരു ക്യാമറ വന്നിട്ട് നമ്മളെ മുമ്പിൽ നിന്ന് സംസാരിക്കും എന്ന് വെച്ചാൽ നമ്മളെ മുമ്പിലേക്ക് ഇങ്ങനെ ഫേസ് നിൽക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഫിയറൊക്കെ ഇതിലൂടെ എനിക്ക് മാറി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിലേക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ഫിയറും കാര്യങ്ങളൊക്കെ എന്തായാലും മാറ്റി വെക്കാം. ഓക്കെ, ഫിയർ ഉണ്ടെങ്കിൽ ആൾക്കാരെന്താണെന്ന് വെച്ചാൽ വിചാരിച്ചോട്ടെ, അതൊന്നൊരു പ്രശ്നമല്ല. അപ്പോൾ ആൾക്കാരവിടെ പറയുന്നുണ്ടാവുള്ളൂ, നമ്മളാണ് നോക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഈ ഫിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നത്തെ സെക്ഷനാണ് അച്ചീവ്മെൻറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 15 ദിവസം കൊണ്ട് തന്നെ 5000 ഫോളോവേഴ്സ് ഞാൻ അച്ചീവ് ചെയ്ത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ പിന്നുള്ളതാണ് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഡൗട്ട് ചെയ്യുക തുടങ്ങി. ബ്രോ അതെങ്ങനെയാണ്, CapCut Pro എങ്ങനെയാണ്, അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ ഡൗട്ട് ചോദിക്കാൻ തുടങ്ങി. അതും എൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ്സ് ആണ്. പിന്നെ ഈവൻ ഈ അടുത്തൊരു ഒരു ബ്രോ പറഞ്ഞിട്ട് പറയാണ്, ബ്രോൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ഞാനും എൻ്റെ ഇതിൽ പേജ് ഞാൻ തുടങ്ങി, അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ പേര് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മൂപ്പർക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയ ബ്രോ ആണ്. അപ്പോൾ ഓൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രോൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇൻസ്പയർഡ് ആയത്. അപ്പോൾ ബ്രോൻ്റെ കാര്യങ്ങളും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എൻ്റെ ഇപ്പോൾ പേജ് നല്ല ഗ്രോത്ത് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കളിയാക്കിയാണെന്ന് അറിയില്ല. ഓക്കെ, പിന്നെ കുറച്ച് സെലിബ്രിറ്റീസ് വന്നിട്ട് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചു, ഈ ഓട്ടോമേഷൻ എങ്ങനെ സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ അതാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയാൻ. അതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഏണിങ്സിനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വന്നിട്ട് നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ താല്പര്യം ചോദിച്ചത് അങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാട്ട കൊളാബറേഷൻ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 6-5 ബാട്ട കൊളാബറേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നിലവിൽ ചെയ്യാൻ പറ്റില്ല. ഒരു കൊളാബറേഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഇൻഷാ അല്ലാഹ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഫ്രീലാൻസറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. എന്ന് വെച്ചാൽ എൻ്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു ഒരാൾ വന്നിട്ട് ഇങ്ങനെ ബ്രോ ജസ്റ്റ് ഫ്രീലാൻസറായിട്ട് ഇങ്ങനെ, അങ്ങനെയല്ല, ജസ്റ്റ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തന്നതിൽ പേയ്മെൻറ്റ് തരാനുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞാൽ ഏണിങ്സ്. അപ്പോൾ ഞാനിവിടെ ഡിജിറ്റൽ പ്രോഡക്ട്സ് വിൽക്കാൻ എനിക്ക് പറ്റി ഈ ഒരു 30 ദിവസം കൊണ്ട്. പിന്നെ ബാട്ട കൊളാബറേഷൻ കിട്ടിയെന്ന് വെച്ചാൽ പ്രോഡക്റ്റ്സ് തന്നിട്ട് നമുക്ക് ആ പ്രോഡക്ട്സിനെ പറ്റി റിവ്യൂ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഞാനെന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ബാട്ട കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് നേരിട്ട് കിട്ടിയപ്പോൾ വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ പറഞ്ഞാൽ ഫ്രീലാൻസറായിട്ട് എന്ന് വെച്ചാൽ ഫ്രീലാൻസറായിട്ട് കുറേ ആൾക്കാർ ചെയ്യണത് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു 30 ദിവസം ജേണിയിലൂടെ ഞാൻ അതും ചെയ്യണത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയൊരു ജേണിയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞത് ഇങ്ങനെ സ്പീച്ച് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ തുടക്കമാണ്. ഓക്കെ, ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവുക, ജസ്റ്റ് വ്ളോഗാണല്ലോ, അതിൽ നമുക്ക് എന്തും പറയാം. പക്ഷേ ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ജേണി. അപ്പോൾ ഈ ജേണിയിലൂടെ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഫിയർ ആദ്യം ഒഴിവാക്കാം. ആൾക്കാരെന്താണെന്ന് വെച്ച് വിചാരിച്ചോളാം, ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളെ ഫോക്കസ് ചെയ്യുക, നിങ്ങളെ കരിയർ ഫോക്കസ് ചെയ്യുക. പിന്നെ പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി. ബ്രോ എന്താ പറയുക, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും എത്തും, ഉറപ്പാണ്. കാരണം ഞാൻ എൻ്റെ ആഴ്ചയിലാണ് ആ മറ്റേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനത് ഒഴിവാക്കിയിട്ട് ഡെയിലി ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ റീച്ച് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ക്യാപ്ഷൻസ് കീവേഡ്സ്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഈ ക്യാപ്ഷൻസ് കീവേഡ്സൊക്കെ വെറുതെയാണ്,
അതൊക്കെ ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല, ഞാനത് ഇപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോസിനെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. ഞാൻ കീവേഡ്സും ഹാഷ്ടാഗൊക്കെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാം എപ്പോഴെങ്കിലും സീരിയസ്ലി അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പറയാം അങ്ങോട്ട്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ വാല്യുബിൾ കണ്ടൻസ്. ആൾക്കാർക്ക് ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരോടും താങ്ക്സ്, എന്നെ ഈ ഒരു നിലയിലെത്തിച്ച എല്ലാവരോടും താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ കൂടെ കൂടണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ജേണി ആയിരുന്നു. ആൾക്കാർക്ക് എന്തൊക്കെയെങ്കിലുമൊക്കെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, ജസ്റ്റ് അവിടെ പോയിട്ട് ഫോളോ ചെയ്യുക. ഇനി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നവരാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ കാണാം. ടാറ്റാ.